സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവരോട് പറയപ്പെടുന്ന വാക്ക് ഇപ്രകാരമാണ്: ഉദ്ഖുലുൽ ജന്നത ലാ ഖൗഫുൻ അലൈക്കും വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക, ലാ ഖൗഫുൻ അലൈക്കും, പേടിക്കേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, ഒന്നിനെയും ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല. അവരുടെ മനസ്സിൽ ഒരു സങ്കടവും ബാക്കിയാവുകയില്ല. സങ്കടത്തിന്റെ ഒരു കണിക പോലും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. സന്തോഷം നിറഞ്ഞ ഹൃദയവുമായാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു: ഇന്ന അവ്വല സുംറത്തിൻ യദ്ഖുലൂനൽ ജന്നത അലാ സൂറത്തിൽ ഖമരി ലൈലത്തൽ ബദർ. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവരുടെ മുഖം അല്ലെങ്കിൽ അവരുടെ രൂപം ഏതുപോലെ ഇരിക്കും? പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം ചന്ദ്രൻ എത്രമാത്രം ഭംഗിയുണ്ടോ അതുപോലെ പ്രകാശപൂരിതമായിരിക്കും. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ചില ആളുകൾ അവർക്ക് ശേഷം പ്രവേശിക്കും. അവരാകട്ടെ അലാ അശദ്ദി കൗകബിൻ ദുർരിയ്യിൻ ഫിസ് സമാഇ ഇളാഅ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും ശക്തമായി തിളങ്ങുന്ന നക്ഷത്രം പോലെയായിരിക്കും അവരുടെ മുഖങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതായി കാണാം. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ മുഖങ്ങൾ ഏറ്റവും ഭംഗിയുള്ളതായിരിക്കും. ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക. അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ കെട്ടിടങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് അവിടുത്തെ കെട്ടിടങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സഹാബികൾ ചോദിച്ചു: യാ റസൂലല്ലാഹ് മാ ബിനാഉഹാ, അല്ലാഹുവിന്റെ റസൂലെ, സ്വർഗത്തിലെ കെട്ടിടങ്ങൾ എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അവ പടുത്തിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലബിനതും മിൻ ദഹബ് വലബിനതും മിൻ ഫിദ്ദ. സ്വർഗം കൊണ്ടുള്ള കല്ലുകൾ കൊണ്ടാണ് അവ ഉണ്ടാക്കിയിട്ടുള്ളത്, വെള്ളി കൊണ്ടുള്ള കല്ലുകൾ കൊണ്ടാണ് അവ ഉണ്ടാക്കിയിട്ടുള്ളത്. വമിലാതുഹൽ മിസ്ക്, സ്വർഗത്തിലെ മണ്ണ് അത് മിസ്കായിരിക്കും, അത് കസ്തൂരിയായിരിക്കും. വതുറാബുഹ സഅഫറാൻ, അവിടെ ഉണ്ടാകുന്ന കല്ലുകൾ, അവിടെ ഉണ്ടാകുന്ന മണ്ണ് അത് സഅഫറാൻ കൊണ്ടുള്ളതായിരിക്കും, കുങ്കുമം കൊണ്ടുള്ളതായിരിക്കും. വഹസ്ബാഉഹാ ലുഅ്ലുഉ വൽ യാഖൂത്, അവിടെ ഉണ്ടാകുന്ന ചെറിയ കല്ലുകൾ അത് മുത്തും പവിഴവുമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ നിങ്ങളത് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം ഭംഗിയുണ്ടായിരിക്കും. അവിടെയുള്ള വീടുകൾ പടുത്തിട്ടുള്ളത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കല്ലുകൾ കൊണ്ടാണ്. അവിടെയുള്ള മണ്ണ് അത് കസ്തൂരിയുടേതാണ്, കുങ്കുമത്തിന്റേതാണ്. അവിടെ ഉണ്ടാകുന്ന കല്ലുകൾ അത് മുത്തുകൊണ്ടുള്ളതും പവിഴം കൊണ്ടുള്ളതുമായിരിക്കും. എത്രമാത്രം ഭംഗിയുണ്ടായിരിക്കും, എത്രമാത്രം തിളക്കമുള്ളതായിരിക്കും സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു: ഇന്ന ഫിൽ ജന്നതി മറാഗൻ മിൻ മിസ്കിൻ മിസ്ല മറാഗി ദവാബിക്കും ഫിദ് ദുനിയ. നിങ്ങൾ ദുനിയാവിൽ നിങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതുപോലെ അതുപോലെ തന്നെയുള്ള മേച്ചിൽ പുറങ്ങൾ സ്വർഗത്തിലുണ്ട്. ആ മേച്ചിൽ പുറങ്ങളിൽ അവിടെ ഉണ്ടായിരിക്കുക മിസ്കായിരിക്കും, കസ്തൂരിയായിരിക്കും. അവിടെയുള്ള മണ്ണ് കസ്തൂരി കൊണ്ടുള്ളതായിരിക്കും. ഇങ്ങനെ സ്വർഗം പൂർണ്ണമായി ഏറ്റവും നല്ല സുഗന്ധമുള്ളതാണ്, ഏറ്റവും കാണാൻ ഭംഗിയുള്ളതാണ്, ഏറ്റവും പ്രകാശമുള്ളതാണ്. അവിടെ ചില ആളുകൾക്ക് വീടുകളാണുള്ളത് എങ്കിൽ ചില ആളുകൾക്ക് കൊട്ടാരങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ പറഞ്ഞു: വമസാകിന തയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ. അവർക്ക് അവിടെ ഉണ്ടായിരിക്കുക ഏറ്റവും പരിശുദ്ധമായ മസാകിന തയ്യിബ, ഏറ്റവും ശുദ്ധമായ വീടുകളായിരിക്കും. റസൂൽ അല്ലാഹു തആല പറഞ്ഞു: വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ. ആ വീടുകളിൽ വ്യത്യസ്ത മുറികൾ ഉണ്ടായിരിക്കും. വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ. ആ മുറികളിൽ ഏറ്റവും സമാധാനമുള്ള അവസ്ഥയിൽ അവർ ഉണ്ടായിരിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: ലാകിനില്ലദീന ഇത്തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫ്. അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകൾ അവർക്ക് സ്വർഗത്തിൽ ധാരാളം മുറികൾ ഉണ്ടായിരിക്കും, റൂമുകൾ ഉണ്ടായിരിക്കും. ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫ്, ഒരു മുറി അതിന്റെ മുകളിൽ വേറൊരു മുറി, അങ്ങനെ വ്യത്യസ്തങ്ങളായ മുറികൾ അവർക്ക് ഉണ്ടായിരിക്കും. മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണത്. അല്ലാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അവിടെയുള്ള മുറികൾ ഒന്നിനു മുകളിൽ ഒന്നായി
പടുത്തിട്ടുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഓരോ മുറികളുടെയും വലുപ്പം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ കണക്കിൽ പറയുകയാണെങ്കിൽ 100 കിലോമീറ്റർ അവിടേക്ക് ദൂരമുണ്ടായിരിക്കും, ഉയരമുണ്ടായിരിക്കും. ഒരു മുറി അതിന്റെ ദൂരം 100 കിലോമീറ്ററാണ്, അതിന്റെ വീതി 100 കിലോമീറ്ററാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമ, മുഅ്മിനിന് സ്വർഗ്ഗത്തിൽ ഖൈമത്തുകൾ ഉണ്ടായിരിക്കും. ഖൈമത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ടെന്റായി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ആളുകൾ യാത്രക്കിടെ തങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെന്റുകൾ, അതിനാണ് ഖൈമത്ത് എന്ന് പറയുക. അങ്ങനെ സ്വർഗ്ഗത്തിൽ അവർക്ക് ടെന്റുകൾ ഉണ്ടായിരിക്കും. മിൻ ലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ, അവരുടെ ടെന്റുകൾ ഉണ്ടാക്കിയിരിക്കുക ഒരൊറ്റ മുത്തിൽ നിന്നായിരിക്കും. ഒരു മുത്തായിരിക്കും അവരുടെ മുറികൾ അല്ലെങ്കിൽ അവരുടെ ടെന്റുകൾ. അതൊരു മുത്തിൽ നിന്നായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. തൂലുഹാ 60 മൈലൻ, അതിന്റെ നീളം 60 മൈലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിശേഷണങ്ങൾ കൃത്യത്തിന് കൃത്യമാണ്. അതിന്റേത് 60 മൈലുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി 60 മൈലുണ്ട്, അതിൽ കൂടുകയോ കുറയുകയോ ഇല്ല. അത്ര വലുപ്പമുള്ളത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരൊറ്റ മുത്തിൽ നിന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലിൽ മുഅ്മിനി ഫീഹാ അഹ്ലൂൻ, അവർക്ക് ആ ടെന്റിൽ ധാരാളം കുടുംബക്കാരുണ്ടായിരിക്കും, ഭാര്യമാരുണ്ടായിരിക്കും. യതൂഫു അലൈഹിമുൽ മുഅ്മിനു ഫലാ യറാ ബഅ്ദുഹും ബഅ്ദാ, ഒരു മുഅ്മിൻ അവന്റെ ഭാര്യമാർ അവരുടെ അടുക്കൽ പോയിക്കൊണ്ടിരിക്കും. ആ ഭാര്യമാർ അവർ പരസ്പരം കാണുകയില്ല. അപ്പൊ അവന് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കേണ്ടതില്ല. അങ്ങനെ ധാരാളക്കണക്കിന് ഭാര്യമാർ അവൻ അവിടെ ഉണ്ടായിരിക്കും. ഒരു മുത്തിൽ നിന്നാണ് ആ ഒരൊറ്റ ടെന്റ് പടുത്തുയർത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നിഅമത്താണിത്. അവന്റെ ടെന്റിന്റെ രൂപം ഇതാണ്. അപ്പോൾ എന്തായിരിക്കും വീടിന്റെ അവസ്ഥ? അപ്പോൾ എന്തായിരിക്കും കൊട്ടാരത്തിന്റെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിലെ മുറികളെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലഗുറഫ, സ്വർഗത്തിൽ ചില മുറികളുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ളാഹിരിഹാ, അതിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ ഉൾഭാഗം കാണാം, അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം ഭാഗം കാണാം. ആർക്കു വേണ്ടിയാണ് അള്ളാഹു അത് ഒരുക്കി വെച്ചിട്ടുള്ളത്? അഅദ്ദഹല്ലാഹു തആല ലിമൻ അത്അമ അത്അം, ദരിദ്രർക്ക് ഭക്ഷണം നൽകിയവർക്ക് അല്ലെങ്കിൽ ഭക്ഷിപ്പിച്ചവർക്ക് വേണ്ടി അള്ളാഹു അത് ഒരുക്കി വെച്ചിരിക്കുന്നു. വഅലാനൽ കലാം, സംസാരം മയപ്പെടുത്തിയവർക്ക് വേണ്ടി. വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിസ്കരിച്ചവർക്ക് വേണ്ടി. 3 കാര്യങ്ങൾ. അത് ചെയ്തവർക്കുള്ള പ്രതിഫലം എന്താണ്? സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ചില മുറികൾ ഒരുക്കി വെക്കപ്പെടും. അതിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളിലേക്ക് കാണാം, അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാം. അത്ര മനോഹരമായ മുറികൾ സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖദീജ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയിച്ച സന്തോഷ വാർത്ത ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഖദീജക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, ഖദീജയോട് എന്റെ സലാം പറയുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്, അവർക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലെ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അതുണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ മുത്തിൽ നിന്നാണ്, ലുഅ്ലുഇൽ നിന്നാണ്. ലാ സഖബ ഫീഹി, അതിന്റെ ഉള്ളിൽ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, കൂടിക്കലർന്ന ഒച്ചയുണ്ടാകുകയില്ല, ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങളൊന്നും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയില്ല. വല നസബ്, വലിയ വീടാണ്, ആ വീട് വൃത്തിയാക്കാൻ പണിയെടുക്കേണ്ടതില്ല, അവിടെ അവർ ക്ഷീണിക്കുകയില്ല. വല നസബ്, അവിടെ ശബ്ദമില്ല, സമാധാനം പൂർണ്ണമായ അവസ്ഥയിൽ അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും മസ്ജിദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവന്റെ സ്വർഗത്തിൽ ഒരു വീട് വേണമെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന,
ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കിയാൽ അള്ളാഹു അവനു വേണ്ടി സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കും. ചില ഹദീസുകളിൽ കാണാം, ഒരു പ്രാവ് അതിന് മുട്ടയിടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയ കുഴി, ആ കുഴിയോളം വലുപ്പമുള്ള ഒരു മസ്ജിദ് ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവനു വേണ്ടി ഒരു വീട് പണിയും. ഒരു കിളിയുടെ കൂട് എന്ന് പറഞ്ഞാൽ അത്ര ചെറുതാണ്, അതുപോലെ ഒരു മസ്ജിദ് ഉണ്ടാവുകയില്ല. പക്ഷെ അങ്ങനെ ഒരാൾക്കൊരു മസ്ജിദ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, എത്ര ചെറുതാകട്ടെ, അത്ര ചെറിയ ഒരു മസ്ജിദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നിർമ്മിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവനു വേണ്ടി ഒരു വീട് പണിതു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. സ്വർഗത്തിൽ വീടുകളുണ്ട്. ധാരാളക്കണക്കിന് ആയത്തുകളിൽ ഖുർആനിൽ പറഞ്ഞതായി കാണാം, സ്വർഗത്തിൽ അരുവികളുണ്ട്. ആ വീടുകൾക്ക് താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്ന അരുവികളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ വീടുകളിൽ നിങ്ങളുള്ള അവസ്ഥയിൽ അതിന് താഴ്ഭാഗത്തു കൂടെ അരുവികളുണ്ട്, അതിന്റെ ശബ്ദമുണ്ട്. അതാണ് അവിടെ കേൾക്കാനുള്ളത്. ഒച്ചയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു ശബ്ദവുമില്ല, ഒരു പണിയുമില്ല, ഒരു പ്രയാസവുമില്ല, സങ്കടപ്പെടുത്തുന്ന ഒരു വാക്കുമില്ല. സോഫകളിൽ ഇരിക്കുകയാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്രകാരമുള്ള അരുവികൾ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് സ്വർഗ്ഗങ്ങളുണ്ട്, അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ആ അരുവികളാകട്ടെ വ്യത്യസ്ത തരത്തിലുള്ള അരുവികളാണ്, ഒരുപോലെയുള്ള അരുവികളല്ല. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മുഹമ്മദിൽ പറഞ്ഞു, മസലുൽ ജന്നത്തി അല്ലതി ഉഇദൽ മുത്തഖൂൻ. മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ ഉപമ ഇതാ ഈ പറയുന്നത് പോലെയാണ്. എങ്ങനെയാണ്? ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. നിറം മാറാത്ത പരിശുദ്ധമായ, ഏറ്റവും ശുദ്ധമായ തെളിനീര് മാത്രം ഒഴുകുന്ന വെള്ളത്തിന്റെ അരുവികൾ അവിടെ ഉണ്ടായിരിക്കും. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു. ഒരിക്കലും രുചിയിൽ മാറ്റം വരാത്ത പരിശുദ്ധമായ പാലിന്റെ അരുവികൾ അവിടെ ഉണ്ടായിരിക്കും. വഅൻഹാറും മിൻ അസലിൻ മുസഫ. ശുദ്ധമായ, ഏറ്റവും പരിശുദ്ധമായ തേനിന്റെ അരുവികൾ അവിടെ ഉണ്ടായിരിക്കും. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ. രുചിക്ക് വേണ്ടി കുടിക്കാൻ അവർക്ക് മദ്യത്തിന്റെ അരുവികൾ ഉണ്ടായിരിക്കും. 4 തരം അരുവികളുണ്ട് അവിടെ. ഒന്ന് വെള്ളത്തിന്റേതാണ്, ഒരിക്കലും നിറം മാറാത്ത വെള്ളം, ഏറ്റവും ശുദ്ധമായ വെള്ളം, ഏറ്റവും ശുദ്ധമായ പാല്, ഏറ്റവും ശുദ്ധമായ തേന്, ഏറ്റവും ശുദ്ധമായ കള്ള്. ഇതൊക്കെ അവർ ദാഹത്തിനു വേണ്ടി കുടിക്കുന്നതല്ല, ആസ്വദിക്കാൻ വേണ്ടി കുടിക്കുന്നതാണ്. സ്വർഗത്തിൽ ആർക്കും ദാഹം ഉണ്ടാവുകയില്ല, വിശപ്പുണ്ടാവുകയില്ല. മറിച്ച് അവർ കഴിക്കുന്നതെല്ലാം അവരുടെ സുഖത്തിനു വേണ്ടി മാത്രമാണ്, അവർ കുടിക്കുന്നതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ദാഹത്തിനു വേണ്ടിയല്ല. ദാഹം തീർക്കുക എന്നത് അവർക്ക് അവിടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൗദിനെ കുറിച്ച് പറഞ്ഞതുപോലെ, മൻ ശരിബ മിൻഹാ ലം യദ്മ അബദ. ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ അത്രമാത്രം പരിശുദ്ധമായ അരുവികൾ അവിടെ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഈ അരുവികൾ അത് പുറത്തു വരുന്നത് വലിയ കടലുകളിൽ നിന്നാണ്, സമുദ്രങ്ങളിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബഹ്റൽ മാ വബഹ്റൽ അസൽ വബഹ്റൽ ലബൻ വബഹ്റൽ ഖമർ. സ്വർഗത്തിൽ പാലിന്റെ സമുദ്രമുണ്ട്, വെള്ളത്തിന്റെ സമുദ്രമുണ്ട്, തേനിന്റെ സമുദ്രമുണ്ട്, മദ്യത്തിന്റെ സമുദ്രമുണ്ട്. അതെല്ലാം കുടിക്കാൻ ഏറ്റവും ഭംഗിയുള്ളതായിരിക്കും, ഏറ്റവും മനോഹരമായിരിക്കും. സുമ്മ തുശഖഖുൽ അൻഹാറു ബഅദ്. അതിൽ നിന്നാണ് പിന്നീട് അരുവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരിക, ആ സമുദ്രങ്ങളിൽ നിന്ന്. എത്ര ഭംഗിയുണ്ടായിരിക്കും ആ കാഴ്ച, എത്ര മനോഹരമായിരിക്കും അത് കാണാൻ. അങ്ങനെ ഓരോ സ്വർഗങ്ങളിലും ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അരുവികളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിക്ക് പ്രത്യേകമായി നൽകപ്പെടുന്ന ഒരു അരുവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ഈ കൗസർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായി നൽകപ്പെടുന്ന ഒരു അരുവിയാണ്.
അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അൽ കൗസറു നഹറുൻ ഫിൽ ജന്ന. കൗസർ എന്നാൽ അത് സ്വർഗ്ഗത്തിലെ ഒരു അരുവിയാണ്. ഹാഫതാഹു മിൻ ദഹബ്, അതിന്റെ രണ്ട് കരകളും സ്വർണം കൊണ്ടാണ് പടുത്തിട്ടുള്ളത്. വമജറാഹു അല ദുർരി വൽ യാഖൂത്ത്, അത് ഒഴുകുന്നത് മുത്തുകൾക്ക് മീതെയാണ്. തുർബതുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ മണ്ണ് അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും. വമാഉഹു അഹ്ലാ മിനൽ അസൽ, അതിലെ വെള്ളം തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കും. വഅബ്യദു മിനസ് സൽജ്, പാലിനേക്കാൾ വെളുത്തതായിരിക്കും. അത്ര വെളുത്തതായിരിക്കും, അത്ര മധുരമുള്ളതായിരിക്കും. മധുരമുള്ളത് എന്ന് പറഞ്ഞാൽ മത്തുപിടിപ്പിക്കുന്ന മധുരമല്ല, മറിച്ച് രുചിച്ചാലും മതി വരാത്ത സുന്ദരമായ ഏറ്റവും മനോഹരമായ മധുരം അതിനുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. മാത്രമല്ല സ്വർഗത്തിൽ 4 ഉറവകൾ ഉണ്ടായിരിക്കും. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫീഹാ ഐനാനി തജ്രിയാൻ, ആ സ്വർഗത്തിൽ 2 ഒഴുകുന്ന ഉറവകൾ ഉണ്ടായിരിക്കും. മറ്റു ചില അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫീഹിമാ ഐനാനി നദ്ദാഖതാൻ, ആ സ്വർഗത്തിൽ അവിടെ 2 ഉറവകൾ ഉണ്ടായിരിക്കും. അത് ശക്തമായി വെള്ളം പുറത്തേക്ക് വിടുന്ന, വെള്ളം കുത്തിയൊഴുകുന്ന രൂപത്തിലുള്ള ഉറവകളായിരിക്കും. ഇന്നും മനുഷ്യൻ കാഴ്ചകൾ കാണാൻ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളിൽ ഒന്ന് വെള്ളച്ചാട്ടങ്ങളാണ്. അതുപോലെ ഉറവുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. അത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. ഒരു മുഅ്മിൻ അവിടെ പോയി നിന്നാൽ അവന് കാണാവുന്നതിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ അവൻ അവിടെ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ 2 അരുവികളും വ്യത്യസ്തങ്ങളായ മൊത്തത്തിൽ 4 അരുവികൾ ഉണ്ടായിരിക്കും, 4 ഉറവകൾ ഉണ്ടായിരിക്കും എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ സ്വർഗത്തിൽ വലിയ വലിയ മരങ്ങൾ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിലെ മരങ്ങളെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷത്തിന്റെ ആളുകൾ. ആരാണ് ഈ വലതുപക്ഷത്തിന്റെ ആളുകൾ? ഫീ സിദ്രിൻ മഖ്ദൂദ്, അവർ സിദ്ർ മരത്തിന്റെ ചുവട്ടിലായിരിക്കും. ഒരു അറാബി ഒരിക്കൽ ഈ ആയത്ത് കേട്ടപ്പോൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, സിദ്ർ മരത്തിന്റെ ചുവട്ടിലായിരിക്കും എന്നാണല്ലോ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത്. സിദ്ർ മരത്തിന് മുള്ളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് മുള്ളുകൾ ഉണ്ടാവുക? മുള്ളു കൊളുത്തിയാൽ വേദനിക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖളദല്ലാഹു ഷൗകഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്റിന്റെ മേലുള്ള മുള്ളുകൾ അത് അല്ലാഹു നീക്കിക്കളയും. ഫജഅല മകാന കുല്ലി ഷൗകത്തിൻ സമറ, അതിന്റെ മുള്ളുകളുടെ സ്ഥാനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ ഫലവർഗ്ഗങ്ങൾ നിശ്ചയിക്കും. ഫഇന്നഹാ ലതംബുതു തമറ, ആ സിദ്റിൽ ചില ഈത്തപ്പഴങ്ങൾ മുളക്കും. തഫത്തഖു അത്തംറതു മിൻഹാ അൻ 72 ലൗനൻ മിന അത്ത്വാം, ആ ഈത്തപ്പഴം അത് പൊളിച്ചു കഴിഞ്ഞാൽ അതിൽ 72ഓളം രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഫലം അത് പൊളിച്ചു കഴിഞ്ഞാൽ അതിൽ 72 വ്യത്യസ്ത തരത്തിലുള്ള ഫലങ്ങൾ, ഒന്നും ഒരുപോലെയായിരിക്കില്ല. ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ 72 ഫലങ്ങൾ അതിന്റെ കീഴിൽ ഉണ്ടായിരിക്കും. മാ ഫീഹാ ലൗനുൻ യുഷ്ബിഹുൽ ആഖർ, അതിലൊന്നുപോലും മറ്റൊന്നിനോട് സാദൃശ്യം ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. 72ഉം വ്യത്യസ്ത രൂപത്തിലായിരിക്കും, വ്യത്യസ്ത രുചിയിലായിരിക്കും, വ്യത്യസ്ത സുഗന്ധമായിരിക്കും, എല്ലാത്തിനും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെ കുറിച്ച് പറഞ്ഞത്, അവർക്ക് സ്വർഗത്തിൽ ഫലവർഗ്ഗങ്ങൾ നൽകപ്പെട്ടാൽ അവർ പറയും, ഇതാ ഞങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇപ്പോഴും തരുന്നത് എന്ന് അവരതിന്റെ രൂപം കാണുമ്പോൾ പറയും. എന്നാൽ ഓരോ തവണ ഓരോ പഴങ്ങൾ കഴിക്കുമ്പോഴും അതിനൊക്കെ വ്യത്യസ്ത രുചികളായിരിക്കും. ഒരു തവണ കഴിച്ച പഴത്തിന്റെ രുചിയായിരിക്കില്ല ഇനി കഴിക്കാൻ പോകുന്നതിന്. എല്ലാ പഴങ്ങൾക്കും വ്യത്യസ്ത രുചികളായിരിക്കും. രൂപം ചിലപ്പോൾ ഒരുപോലെ ഉണ്ടായിരിക്കും. ഒരേ രൂപത്തിലുള്ള പഴം തന്നെ, പക്ഷെ ഓരോന്നിനും വ്യത്യസ്ത രുചികളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മകളാണ് അതൊക്കെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതൽഹിൻ മംദൂദ്, ആ സിദ്റിൽ, ആ മരത്തിൽ വതൽഹുൻ മംദൂദ്, വ്യത്യസ്തങ്ങളായ പഴങ്ങൾ ഉണ്ടായിരിക്കും. അതിങ്ങനെ കുന്നുകൂടിയ രൂപത്തിൽ കിടക്കുന്നുണ്ടായിരിക്കും. വദുല്ലിൻ മംദൂദ്, ഒരിക്കലും അവസാനിക്കാത്ത തണലായിരിക്കും അതിന്റെ കീഴിൽ ഉണ്ടായിരിക്കുക.
വമാഇൻ മക്സൂബ്, അവിടെ ഒരിക്കലും അവസാനിക്കാത്ത വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. വഫാകിഹത്തിൻ കസീറ, ധാരാളക്കണക്കിന് ഫലവർഗ്ഗങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, അതൊരിക്കലും അവസാനിക്കുകയില്ല, ഒരാളും അതിൽ നിന്ന് തടയുകയില്ല. ഇഷ്ടമുള്ളത്ര കഴിക്കാം, ഇഷ്ടമുള്ളത്ര ഭക്ഷിക്കാം, ഇഷ്ടമുള്ളത്ര അവന് പറിക്കാം. ഇങ്ങനെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടമുള്ളതെല്ലാം ഒരുക്കി വെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലശജറ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, യസീറു റാകിബു ഫീ ളില്ലിഹാ 100 ആമിൻ ലാ യഖ്തഉഹാ, ആ മരത്തിന് കീഴിലൂടെ ഒരാൾ നടക്കും. അങ്ങനെ ഒരാൾ വാഹനപ്പുറത്ത് ആ മരത്തിന് കീഴിലൂടെ സഞ്ചരിച്ചാൽ ലാ യഖ്തഉഹാ 100 ആമിൻ, 100 വർഷം അയാൾ കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും ആ മരത്തിന്റെ തണൽ അവസാനിക്കുകയില്ല. ആ മരത്തിന്റെ വലുപ്പം എന്തായിരിക്കും? എന്തായിരിക്കും അതിന്റെ വലുപ്പം? സുബ്ഹാനല്ലാഹ്. സ്വർഗമെന്നാൽ എത്രയെല്ലാം നമ്മുടെ ഭാവന വലുതാക്കിയാലും അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. 100 ആം, 100 വർഷം. 100 വർഷം ഒരാൾ യാത്ര ചെയ്താൽ ഭൂമി എത്ര തവണ അയാൾക്ക് ചുറ്റിക്കറങ്ങാം? എത്ര തവണ അയാൾക്ക് ചുറ്റിക്കറങ്ങാം? ഒരു വർഷം വേണ്ടതില്ല ഭൂമി ഒന്നാകെ ചുറ്റിക്കറങ്ങാൻ. 100 വർഷം അയാൾ യാത്ര ചെയ്താലും അതിന്റെ കീഴിലുള്ള തണൽ അവസാനിക്കുന്നില്ല. അപ്പോൾ എന്തു വലുപ്പമുണ്ടായിരിക്കും ആ മരത്തിന്? എത്ര ഭംഗി ഉണ്ടായിരിക്കും അതിന്? എത്ര സൗന്ദര്യമുണ്ടായിരിക്കും? എത്ര കാലം ഒരു മനുഷ്യൻ അവിടെ ഇരുന്നാലും അയാൾക്ക് മടുക്കുകയില്ല. അതുകൊണ്ടാണ് ചില റിവായത്തുകളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ കാണാം, സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ 70 വർഷം അയാൾ വെറുതെ ഇരിക്കും. 70 വർഷങ്ങൾക്ക് ശേഷമാണ് അയാളുടെ അടുക്കലേക്ക് ഹൂറുൽ ഐനിൽപ്പെട്ട സ്ത്രീകൾ വരിക. 70 വർഷം അയാൾ എഴുന്നേൽക്കുന്നില്ല, വെറും ആസ്വാദനങ്ങൾ മാത്രം. ആ 70 വർഷവും ഒരു പണിയുമില്ല. 70 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും ഭംഗിയുള്ള ഹൂറുൽ ഐനിൽപ്പെട്ട സ്ത്രീകൾ അയാളുടെ അടുക്കലേക്ക് വരും. അപ്പോൾ അയാൾ ചോദിക്കും, മൻ അൻതി, നീ ആരാണ്? അപ്പോൾ ആ സ്ത്രീ പറയും, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മസീദ്, അവർക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന നേട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് ഞാൻ. 70 വർഷങ്ങൾ അവർക്ക് പണിയൊന്നുമില്ല. അത് കഴിഞ്ഞാണ് അവരുടെ അടുക്കലേക്ക് ഹൂറുൽ ഐൻ വരുന്നത്. ഇങ്ങനെ സ്വർഗം, അതിലെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ നന്മകൾ വർദ്ധിക്കുന്നതാണ്. എങ്ങനെയാണത് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയുക? എങ്ങനെയാണത് പൂർണ്ണമായി മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുക? അത്രമാത്രം മനോഹരമാണ് സ്വർഗത്തിന്റെ അവസ്ഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലുള്ള മരങ്ങളിൽ ഏറ്റവും വലിയ മരമാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, യസീറു റാകിബു ഫീ ളില്ലിൽ ഫനനി മിൻഹാ 100 സന. നേരത്തെ പറഞ്ഞത് ഒരു മരം അതിന്റെ കീഴിൽ കൂടെ സഞ്ചരിച്ചാൽ 100 വർഷം വഴി ദൂരം ഉണ്ടായിരിക്കുമെന്നാണ്. എന്നാൽ സിദ്റത്തുൽ മുൻതഹ റസൂലുള്ളാഹി പറയുകയാണ്, അതിന്റെ ഒരു കൊമ്പിനടിയിലൂടെ, ഒരു ശാഖയുടെ അടിയിലൂടെ ഒരാൾ സഞ്ചരിച്ചാൽ 100 വർഷത്തെ വഴി ദൂരം ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ മരത്തിന്റെ വലുപ്പം? ഒരു കൊമ്പിനടിയിലൂടെ സഞ്ചരിച്ചാൽ 100 വർഷം വഴി ദൂരം അകലമുണ്ടായിരിക്കും. അള്ളാഹുവിന്റെ റസൂലിൽ പൂർണ്ണമായി വിശ്വസിച്ച ആളുകൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫീഹാ ഫിറാഷു ദഹബി, അതിൽ സ്വർണത്തിന്റെ വിരിപ്പുകൾ ഉണ്ടായിരിക്കും. കഅന്ന സമറഹൽ ഖിലാൽ, അതിലുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ, അത് അറബികൾ ഉപയോഗിക്കാറുണ്ടായിരുന്ന വലിയ വെള്ളം ശേഖരിച്ചു വെക്കുന്ന ഹൗദുകളുണ്ട്, അതുപോലെയായിരിക്കും അതിലെ പഴങ്ങൾ. അത്ര വലുതായിരിക്കും. അത്രമാത്രം വലിയ പഴങ്ങൾ ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. അവിടെ ഇരിക്കാൻ, അതിന്റെ തണലിൽ ഇരിക്കാനാകട്ടെ സ്വർണത്തിന്റെ വിരിപ്പുകൾ ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്വർഗത്തിൽ അവിടെ അവർക്ക് ലഭിക്കാനിരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വമൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ആരാകട്ടെ നന്മ പ്രവർത്തിച്ചാൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, മുഅ്മിനായി കൊണ്ടവൻ നന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. മുഅ്മിനാണോ, അവൻ നന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. നരകത്തിൽ പ്രവേശിച്ചാൽ പോലും അവൻ അതിൽ നിന്ന് മോചനമുണ്ട്.
എന്നെങ്കിലും ഒരിക്കൽ മുഅ്മിനാണോ, ഈമാൻ അവനുണ്ടോ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, അവർക്കവിടെ കണക്കു നോക്കപ്പെടാതെ റിസ്ക് നൽകപ്പെടും. ധാരാളമായി റിസ്ക് അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് അവിടെ അവർ തിരഞ്ഞെടുക്കുന്ന പഴവർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും. വലഹ്മി തൈരിൻ മിമ്മാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന പക്ഷികളുടെ മാംസം ഉണ്ടായിരിക്കും. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സ്വർഗത്തിലുള്ള പക്ഷികൾ അവരുടെ തല പോത്തിന്റെ തല പോലെ ഉണ്ടായിരിക്കും, ചെറിയ പോത്തുകുട്ടിയുടെ തല പോലെ ഉണ്ടായിരിക്കും. അത് സ്വർഗത്തിന്റെ അരുവികൾക്ക് മുകളിലൂടെ പാറിപ്പറന്നുകൊണ്ടിരിക്കും. അത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നഹാ ലനാഇമ, സുബ്ഹാനല്ലാഹ്, ഇതെന്തായാലും ഏറ്റവും അനുഗ്രഹമുള്ളത് തന്നെയാണ്, ഏറ്റവും മനോഹരമായിരിക്കും അത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന അക്ലഹാ ലഅൻഅം, എന്നാൽ അതിനെ തിന്നുക എന്നത് അതിനേക്കാൾ ആസ്വാദനമുള്ളതാണ്, അതിന്റെ ഇറച്ചി അതിനേക്കാൾ രുചിയുള്ളതാണ്, അത്ര രുചിയുള്ളതാണ് സ്വർഗത്തിലെ ഭക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാർ കുടിക്കുന്ന പാനീയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, സ്വർഗ്ഗക്കാർ അവർ കോപ്പകളിൽ നിന്ന് കോരിക്കുടിക്കും. കാന മിസാജുഹാ കാഫൂറ, ആ കോപ്പയിൽ അവർക്ക് നൽകപ്പെടുന്നതിന്റെ അതിന്റെ രുചി, അതിന്റെ കലർപ്പ് കാഫൂറായിരിക്കും, കർപ്പൂരമായിരിക്കും. ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറാ, മുഅ്മിനീങ്ങൾ അതിൽ നിന്ന് കുടിക്കും. എങ്ങനെ? യുഫജ്ജിറൂനഹാ തഫ്ജീറാ, അവർക്ക് വേണ്ടത്ര അവർ പൊട്ടിച്ചു കുടിക്കും. അതിനു മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഇന്ന الرجل من أهل الجنة ليشتهي الشراب من شراب الجنة, സ്വർഗ്ഗക്കാരിൽപ്പെട്ട ചില ആളുകൾ അവർ സ്വർഗ്ഗത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ ആഗ്രഹിക്കും. സ്വർഗ്ഗത്തിലുള്ള പാനീയങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ അവർ ആഗ്രഹിക്കും. ഫയജീഉൽ ഇബ്രീഖ്, അപ്പോൾ അവരുടെ അടുക്കലേക്ക് അറബികൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കോപ്പയുണ്ട്, കൂജയുണ്ട്. അതിന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വായുണ്ടായിരിക്കും, അതിനൊരു പിടിയുണ്ടായിരിക്കും, അതിനാണ് ഇബ്രീഖ് എന്ന് പറയുക. അപ്പോൾ അവരുടെ അടുക്കലേക്ക് ഇബ്രീഖ് വരും, ഈ കോപ്പ അത് അവരുടെ അടുക്കലേക്ക് വരും. അവരാഗ്രഹിച്ചു കഴിഞ്ഞാൽ പറയേണ്ടതില്ല. ഫയഖഉ ഫീ യദിഹി, അത് അവന്റെ കയ്യിൽ വന്ന് നിൽക്കും. ഫയശ്റബ്, അവൻ കുടിക്കും. സുമ്മ യഊദു ഇലാ മകാനിഹി, അവൻ ആവശ്യമുള്ളത്ര കുടിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകും. അങ്ങനെയുള്ള കോപ്പകൾ അവിടെ ഉണ്ടായിരിക്കും. അത്തരം മനോഹരമായ അനുഭവങ്ങൾ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യമായി നൽകപ്പെടുന്ന ഭക്ഷണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്നതി സിയാദതു കബിദി ഹൂതൻ, ആദ്യം സ്വർഗ്ഗക്കാർ ആദ്യം കഴിക്കുന്ന ഭക്ഷണം മീനിന്റെ കരള് അതിന്റെ അറ്റത്തുള്ള ഭാഗമായിരിക്കും. അത് ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ദുനിയാവിൽ തന്നെ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണത്. മീനിന്റെ കരളിന്റെ അറ്റഭാഗം അത് ഏറ്റവും സോഫ്റ്റ് ആയിരിക്കും, ഏറ്റവും രുചിയുള്ളതായിരിക്കും. വായിലേക്ക് വെച്ചു കഴിഞ്ഞാൽ തന്നെ അലിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ടേസ്റ്റ് ഉള്ളതായിരിക്കും. അത്ര രുചികരമായതായിരിക്കും അവർക്ക് ആദ്യം അവിടെ നൽകപ്പെടുന്ന ഭക്ഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. ശരി, ഒരിക്കൽ ഒരു യഹൂദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, സ്വർഗ്ഗക്കാർ ഭക്ഷണം കഴിക്കുമെന്നാണ് പറയുന്നത്, വെള്ളം കുടിക്കുമെന്നാണ് പറയുന്നത്. ശരി, ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ സ്വാഭാവികമായും ബാത്റൂമിൽ പോണ്ടി വരും, എന്താണ് അതിനെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത്? അപ്പോൾ സ്വർഗത്തിൽ കക്കൂസിൽ പോകേണ്ടി വരുമോ എന്ന് അയാൾ ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാജതു അഹദിഹിം അറഖുൻ യഫീദു മിൻ ജുലൂദിഹിം മിസ്ലു റീഹിൽ മിസ്ക്, അവർക്ക് ഭക്ഷണം കഴിച്ചാൽ ആകെ ഉണ്ടായിരിക്കുക എന്തായിരിക്കും? അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു വിയർപ്പ് പുറത്തേക്ക് വരും,
ആ വിയർപ്പ് കസ്തൂരിയുടെ മണമുള്ളതായിരിക്കും. ഫഇദൽ ബത്നു ഖദ് ദമർ, അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ആമാശയം വീണ്ടും കാലിയായി, പിന്നെ വീണ്ടും ഭക്ഷിക്കുക. അത് പുറത്തേക്ക് പോകുന്നത് മിസ്കിന്റെ മണമുള്ള, കസ്തൂരിയുടെ മണമുള്ള വിയർപ്പ് പുറത്തേക്ക് പോകുന്നതിലൂടെയായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം നിഅമത്തുകളാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരാൾക്ക് എങ്ങനെയാണ് ഇത് ഒഴിവാക്കാൻ സാധിക്കുക?